എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ വേഡിലേക്ക് സ്വാഗതം. ഇപ്പം നൊയമ്പൊക്കെ നടക്കുന്ന സമയമാണല്ലോ. അപ്പോൾ ഈ നൊയമ്പ് സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പലഹാരത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ് ടി കിച്ചൺ വേഡിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് അളവിൽ ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഇതിനെ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനവിടെ ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 3 വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നല്ല മുറ്റൻ ബീഫാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതൊരു 5 വിസിലോ 6 വിസിലോ കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ അത് നല്ലതുപോലെ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മുറ്റൻ ബീഫാണ് എടുക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് വിനാഗിരി അല്ലെങ്കിൽ കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. അതിനുശേഷം ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക്, 2-3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അത് ഞാൻ ഇതിലേക്ക് എല്ലാം കൂടി ഒന്നിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് പൊടിയുപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഇനി ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ച ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഇതിനെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനവിടെ ഉള്ളി നല്ലതുപോലെ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു ചെറിയ തക്കാളി അരിഞ്ഞതാണ്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ചെറിയ തക്കാളി എടുത്താൽ മതി. നമ്മളിവിടെ കുറച്ച് അളവിലല്ലേ തയ്യാറാക്കുന്നുള്ളൂ. ഞാൻ ഇതും ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ ഞാനവിടെ തക്കാളിയും എല്ലാം ഒന്ന് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ ചേർക്കുന്നത് ഒരു 1/2 സ്പൂൺ അളവിൽ മുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ആ ഒരു മസാല ആ ഉള്ളിയിലെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ബീഫ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനവിടെ ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിന് ശേഷം നമുക്ക് ഈ നേരത്തെ നമ്മൾ ഇത് ബീഫ് വേവിക്കാനെടുത്ത ആ വെള്ളമില്ലേ, അത് കളയണ്ട കേട്ടോ. നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വറ്റിച്ച് എടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ ആവും. അധികം വെള്ളമൊന്നുമില്ല. നമുക്ക് കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. ആ വെള്ളം കളയാതെ തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അധികം വെള്ളമില്ല, കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ അത് വറ്റിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്. അപ്പോൾ ലാസ്റ്റ് മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഇറക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഞാൻ ഇതിന് വേണ്ടിയുള്ള ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അളവിൽ മൈദാമാവ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന 3 മുട്ടയാണ്. നിങ്ങൾക്ക് മുട്ട വേണമെങ്കിൽ കുറച്ച് ചേർക്കാം. 2 മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 3 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1.5 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു പാനിൻ്റെ എല്ലാ ഭാഗത്തൊന്ന് ചുറ്റിച്ച ശേഷം നമ്മളിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മാവിൻ്റെ മിക്സ് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക, ഒരു പകുതി അളവിൽ. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അടുത്ത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബീഫിൻ്റെ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ എല്ലാം ഒന്ന് ആ ഒരു സൈഡിലോട്ട് പോകാതെ എല്ലാം ഒരു ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുകയാണ്. അങ്ങ് ആ വിളിമ്പിലോട്ട് പോവാതെ നമുക്കിതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. അപ്പോൾ ഞാനവിടെ മസാല എല്ലാം ഇതുപോലെ ഒന്ന് നിറച്ച് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഇതിൽ നിറയെ മസാലയുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഈ ഒരു നോയമ്പ് സമയത്തൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അതിനുശേഷം നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മാവ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനവിടെ ആ ഒരു മിക്സും ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി.
കാരണം നമ്മൾ തീ നല്ലതുപോലെ കുറച്ച് വേണം വേവിച്ചെടുക്കുക, അല്ല അടിഭാഗം കരിയും. അപ്പോൾ ഒരു സൈഡ് ഞാൻ വെന്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റും. കണ്ടോ, ഈ ഒരു ഭാഗവും നല്ല വെന്തിട്ടുണ്ട്, ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു 5 മിനിറ്റ് ആയ ശേഷം നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ നല്ലതുപോലെ തയ്യാറായിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ് കഴിക്കാനും. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ നൊയമ്പ് സമയത്തൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. ഇതെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ST കിച്ചൻ വേർഡിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.